ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ചർച്ചകൾ സജീവമാക്കിയ മുന്നണികൾ. വിദേശത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും ജെ.പി. നദ്ദയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സഖ്യ വിശാല യോഗവും ഉടൻ ചേരും. അതേസമയം ജഗദീപ് ധൻഖറിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹം തുടരുകയാണ്. ജഗദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്ക് NDA തീരുമാനിക്കുന്ന പകരക്കാരൻ ആരെന്ന പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. RSS വിധേയനും BJPയിലെ വിശ്വസ്തനും മോദി, അമിത്ഷാ, അച്യുതണ്ടിന് വഴങ്ങുന്ന നേതാവ് ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ബീഹാറിൽ നിന്നുമുള്ള നേതാവിനെ ഉപരാഷ്ട്രപതിയാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ BJP ലക്ഷ്യമിടുന്നുവെന്നും റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. BJP ഇതിനോടകം തന്നെ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്നതോടെ ചർച്ചകൾക്ക് വേഗം വർദ്ധിക്കും. ഞായറാഴ്ച അമിത്ഷായ്ക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. അതിനിടെ ഇന്ത്യ സഖ്യവും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസ് കൂടിയാലോചനയില്ലാതെ ഉപരാഷ്ട്രപതി സ്ഥാനത്തെ പ്രഖ്യാപിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിനെ പരിഗണിക്കാനാണ് ഇന്ത്യ സഖ്യം ഒരുങ്ങുന്നത്. രാജിവെച്ച ജഗദീപ് ധൻഖർ ഇതുവരെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിട്ടില്ല. ധൻഖറിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങളും ശക്തമാണ്. എന്നാൽ രാജിക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ധൻഖറുമായി ബന്ധപ്പെടാൻ പല പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ശ്രമിച്ചെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ലെന്നാണ് വിവരം. കൈരളി ന്യൂസ്, ദില്ലി.